ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ഓറിയൻ്റലിസം എന്നത് ഇന്ന് ലോകത്തെ ഇസ്ലാമിക വൈജ്ഞാനിക ചർച്ചകളിലെ വ്യവഹാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പഠനശാഖയായി തന്നെ മാറാൻ കഴിഞ്ഞ ഒരു വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു വിഭാഗമാണ് ഓറിയൻ്റലിസം അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ധാരാളം പഠനങ്ങൾ വളരെ ക്രിയേറ്റീവായി ക്രിട്ടിക്കലായി ഇസ്ലാമിക ചരിത്രത്തെയും ഇസ്ലാമിക ആശയങ്ങളെയും മുസ്ലിം സാമൂഹിക ആത്മീയ രാഷ്ട്രീയ ജീവിതത്തെയും സാംസ്കാരിക ജീവിതത്തെയൊക്കെ കുറിച്ചു വെച്ച പഠനങ്ങളാണ് പലതും. അതിൽ വളരെ വിമർശനാത്മകമായി സമീപിക്കേണ്ടതുമുണ്ട്, വളരെ ഹാർദവമായി സ്വീകരിക്കേണ്ട പഠനങ്ങളും ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡികളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഓറിയൻ്റലിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം യഥാർത്ഥത്തിൽ സാധാരണ ഓറിയൻ്റലിസം എന്നത് പറയുമ്പോൾ ഒരു മുസ്ലിം സാമൂഹിക രാഷ്ട്രീയ സാമാന്യ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ചിട്ടാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ പോലും വെസ്റ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള പടിഞ്ഞാറ് പാശ്ചാത്യ പണ്ഡിതന്മാരുടെ അവരുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ കിഴക്കിനെക്കുറിച്ചുള്ള വെസ്റ്റ് ഒഴിച്ചുള്ള ബാക്കി പ്രത്യേകിച്ച് കിഴക്കിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മുമ്പേ തന്നെയും ഉണ്ടായിട്ടുണ്ട്. കാരണം ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ മിത്തുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെയും പേർഷ്യൻ ഗ്രീസ് വാറുകളുടെ യുദ്ധങ്ങളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പേർഷ്യക്കാർക്ക് കുറിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഇറാൻ ഭാഗത്തുള്ള പേർഷ്യൻ സസാനി വംശവും അതിനു മുമ്പുള്ള പഹ്ലവികളുടെയും അതിനു മുമ്പുള്ള ചരിത്രത്തെ വെച്ച് വളരെ നിർണിതമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇമേജുകൾ രൂപപ്പെടുത്തിയതായും നമുക്ക് ഈ മിത്തുകളിലൂടെ വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതല്ല തന്നെയും ഇസ്ലാമിന് വരുന്നതിന് മുമ്പും ഇന്ത്യയെക്കുറിച്ചും ജാപ്പനീസ് ചൈനീസ് ഭാഗങ്ങളെക്കുറിച്ചുമുള്ള വെസ്റ്റിൻ്റെ കാഴ്ചപ്പാടുകളും അവരുടെ യാത്രകളെയും ഇതിനെക്കുറിച്ചും ധാരാളം ചിത്രങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ തരത്തിൽ ഇസ്ലാമിന് മുമ്പും പ്രോഫറ്റ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വരമിന് മുമ്പും ഇതേ പറയുന്ന ഇങ്ങനെയുള്ള കിഴക്കിനെക്കുറിച്ചുള്ള ഈസ്റ്റിനെക്കുറിച്ചുള്ള നിർണിതമായ രൂപങ്ങൾ വെസ്റ്റേൺ സാഹിത്യ ലോകത്തും അവരുടെ ഈ പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായും പല രീതിയിൽ വ്യാപിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. എന്നാൽ ഇസ്ലാമിക് സ്റ്റഡീസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഓറിയൻ്റലിസം ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം പരിഗണിക്കേണ്ടത് ശ്രദ്ധയിൽ വരുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസ് രാജവംശങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെയും യുദ്ധങ്ങളുടെയും ചരിത്ര പശ്ചാത്തലം ഈ പറയുന്ന ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡിക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഓറിയൻ്റലിസ്റ്റ് പഠനങ്ങൾ തുടങ്ങുന്നതിന് ക്രുസേഡ് വാറുകൾ പ്രധാനമായ കാരണമായി വന്നിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ അമവികൾക്ക് ശേഷവും അബ്ബാസികളുടെ കാലഘട്ടത്തിലും ഫ്രാൻസുമായിട്ടും വെസ്റ്റേൺ ഫലഭാഗങ്ങളുമായിട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ ബൈത്തുൽ ഹിക്മയുടെ അടിസ്ഥാനത്തിൽ ധാരാളം ഗ്രീക്ക് ഫിലോസഫികളും അതുപോലെ തന്നെ റോമൻ യുനാൻ ഫിലോസഫി, പേർഷ്യൻ ഫിലോസഫി, വിവിധ ഫിലോസഫികളും വൈജ്ഞാന വ്യവഹാരങ്ങളും അറബ് ലോകത്തേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകളും അങ്ങനെ വൈജ്ഞാനികമായിട്ടും അതല്ലാതെ തന്നെ നയതന്ത്രപരമായും അബ്ബാസികളുടെ കാലത്ത് ശക്തമായിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന ബന്ധം, കൊടുക്കൽ വാങ്ങലുകളുടെ ബന്ധം മുമ്പേ ഉണ്ട്. അതേ കാലത്ത് തന്നെയാണ് 756 മുതൽ സ്ഥാപിക്കപ്പെട്ട 1492 വരെ അന്ദുലസിൽ പല ഘട്ടങ്ങളിലായി ചെറുതും വലുതുമായ ഡൈനാസ്റ്റികൾ ഭരിച്ചിരുന്നല്ലോ. ആ ഒരു കാലഘട്ടത്തിലും വെസ്റ്റുമായി ബന്ധപ്പെട്ട നല്ലൊരു ബന്ധം, വെസ്റ്റുമായി നല്ലൊരു നയതന്ത്ര ബന്ധവും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയപരമായ ബന്ധവും മുസ്ലിങ്ങൾ നിലനിർത്തി എന്നുള്ളതും ഈ പറയുന്ന ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡിയുടെ ഒരു പിന്നാമ്പുറ ചരിത്ര പശ്ചാത്തലങ്ങളാണ്. അതിൻ്റെ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ചരിത്രത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഒരു പൊസിഷനാണ്. വെസ്റ്റിൻ തന്നെ നല്ലൊരു ശതമാനം ഈസ്റ്റിനെയും വെസ്റ്റിനെയും ബന്ധിപ്പിക്കുന്ന ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആ സ്ഥാനം, ആ വളരെ നയതന്ത്രപരമായ സ്ട്രാറ്റജിക് പോയിന്റ് നിലനിൽക്കുന്ന അവരുടെ അധികാര കേന്ദ്രം, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നതും അതോടുകൂടി ബാക്കിയുള്ള പിന്നീട് 1453 ശേഷം ഒരുപാട് ക്രിസ്ത്യൻ ഭരണാധികാരത്തിൽ കീഴിലുള്ള
ക്രിസ്ത്യൻ ഭരണാധികാരത്തിൽ കീഴിലുള്ള ഒരുപാട് രാഷ്ട്രങ്ങളും ഇവരുടെ അധികാര കയ്യിലേക്ക് വരുന്നതും ഉസ്മാനികളെക്കുറിച്ച്, തുർക്ക് വംശജരായ ഉസ്മാനി മുസ്ലിങ്ങളെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമുള്ള ഒരുപാട് ചിത്രങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉസ്മാനികളെക്കുറിച്ചുള്ള ചരിത്ര വീക്ഷണങ്ങൾ ഇവരുടെ രചനകളിൽ തുർക്ക് എന്ന് വെച്ചാൽ മുസ്ലിമും, ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ ബാർബേറിയനായിട്ടും അറഗൻ്റായും വയലൻ്റായ റിഗ്രസീവായ ഒരു കഥാപാത്രം എന്ന രീതിയിലാണ് പാശ്ചാത്യ ലോകത്ത് ഈ ഉസ്മാനികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഓറിയൻ്റൽ സ്റ്റഡിയിൽ കൂടുതൽ പ്രകടമായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമവി ഖിലാഫത്തായിരുന്ന അന്ദുലസിലെ ഭരണകൂടത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെയും മൂറിഷ് അല്ലെങ്കിൽ മൂർ എന്നുള്ള പദപ്രയോഗത്തിൽ കൂടിയാണ് വെസ്റ്റേൺ ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡികളിൽ കൂടുതൽ ശ്രദ്ധ നേടിയിരുന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിൻ്റെ ഈ രണ്ട് രാജവംശങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം ഭരണകൂടങ്ങളുടെ സ്വാധീനവും സ്ഥാനവും എന്നതും അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 9 നൂറ്റാണ്ടുകൾക്ക് ശേഷം തുടങ്ങിയ ഒരുപാട് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ക്രുസേഡ് യുദ്ധം, കുരിശ് യുദ്ധങ്ങളും ഓറിയൻസ് സ്റ്റഡികളിൽ മുസ്ലിങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ വ്യക്തമായ ഇതും അതിൻ്റെ കൂടെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടതും വികൃതമാക്കപ്പെട്ടതും ഒരേ സമയം വിമർശനാത്മകമായും അല്ലെങ്കിൽ അപകടകരമായ പഠനങ്ങളും ഒരേ സമയം തന്നെ ഓറിയൻസ് സ്റ്റഡികൾ സ്വാധീനം നേടാനും കുരിശ് യുദ്ധങ്ങൾ കൂടുതൽ സ്വാധീനമൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. യൂറോപ്യൻ റിനേസ എന്ന് പറയുന്ന യൂറോപ്യൻ നവോത്ഥാനം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊക്കെ യൂറോപ്യൻ ലോകത്തുണ്ടായ വലിയ മാറ്റങ്ങൾക്ക് മുമ്പ് വരെയും ഏകദേശം ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്ന ഇരുണ്ട യുഗമായിരുന്ന യൂറോപ്യൻ വെസ്റ്റേൺ പശ്ചാത്തലത്തിൽ നിന്ന് ഭിന്നമായി മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ച് വൈജ്ഞാനിക വ്യവഹാരങ്ങളും പല വിധത്തിലുള്ള വികാസവും നിലനിൽക്കുന്ന സമയമായിരുന്നല്ലോ. ഈ സാഹചര്യത്തിൽ നിന്ന് ഭിന്നമായി സ്വാഭാവികമായും യൂറോപ്യൻ നവോത്ഥാനമുണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് പിന്നീട് ലഭിക്കുന്ന മിലിറ്ററി മേധാവിത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ മേധാവിത്വവും അതിൽ നിന്ന് തുടങ്ങുന്ന കൊളോണിയലിസവും ഈ പറയുന്ന വിവിധ ഡൈമെൻഷനുകളെല്ലാം ഓറിയൻസ് സ്റ്റഡീസിൽ ശക്തമായ സ്വാധീനം നേടുകയും ഈ ഓറിയൻസ് സ്റ്റഡീസ് എല്ലാം പിന്നീട് ലോകവ്യാപകമായി മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഇമേജുകൾ ശക്തമായി രൂപപ്പെടുത്തുന്നതിലേക്കും കാരണമായിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതെല്ലാം ഓറിയൻ്റലിസം അല്ല. കാരണം വെസ്റ്റ് ഗേസ് സെൻട്രിക്കായ വെസ്റ്റിൻ്റെ നോട്ടത്തിൽ നിന്നുള്ള, പാശ്ചാത്യരുടെ നോട്ടത്തിൽ നിന്നുള്ള ആ ഒരു വായനയ്ക്കാണ്, കിഴക്കിനെക്കുറിച്ചുള്ള വായനയ്ക്കാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയെക്കുറിച്ച് ധാരാളം ഇന്ത്യക്കാരായ അല്ലെങ്കിൽ ഏഷ്യക്കാരായ ഒരുപാട് പേർ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഇന്ത്യയെ തന്നെ കുറിച്ചുള്ള ഇൻഡോളജി എന്ന് പറയുന്ന പഠനശാലയ്ക്ക് വളരെ തുടക്കം കുറിക്കാൻ സഹായമായ അബുറഹാൻ അൽബിറൂനി അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഹിന്ദ് ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമായിരുന്നു. അതുപോലെ തന്നെ ഇബ്നു ബത്തൂത്തയുടെ റിഹില പോലുള്ള യാത്രാ കൃതികൾ, ഒരുപാട് ഈ ട്രാവലോഗുകളും ഇന്ത്യയെക്കുറിച്ചുള്ള വിവിധ ബാബർനാമയെ പോലുള്ള രചനകളും ഇതുപോലുള്ള ഒരുപാട് രചനകളും ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക്, ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്ക് വഴി തെളിച്ച രചനകളാണ്. അപ്പോൾ ഈസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതെല്ലാം ഓറിയൻ്റലിസം അല്ല, പകരം യൂറോപ്യൻ സുപ്രീമസി, യൂറോപ്യൻ വൈജ്ഞാനിക വ്യവഹാരത്തിൻ്റെ ഒരു ആധിപത്യം പ്രകടിപ്പിക്കുക, യൂറോപ്പ് വൈറ്റിനെതിരെ തിരിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഒരു അടിമബോധമുള്ള, സപ്രസ് ചെയ്യപ്പെടുന്ന, മാർജിനലൈസ്ഡായ ആ ഒരു ബോധം നൽകുന്ന തരത്തിലുള്ള പഠനങ്ങളാണ് നല്ലൊരു ശതമാനം ഈ ഓറിയൻ്റലിസ്റ്റ് പഠനങ്ങൾക്ക് ഉള്ളത്. 1978 എഡ്വേർഡ് സയ്യിദിൻ്റെ ഓറിയൻ്റലിസം എന്നുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ ഡൊമിനൻ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജി, അത് ആ ഒരു രീതിയിലാണ് യൂറോപ്പിൽ തന്നെ ബേസിക്കായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന ഒരാശയത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഓറിയൻ്റലിസ്റ്റ് കൺസെപ്റ്റ് എന്ന് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈസ്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അറബ് ലോകത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ ഇമേജിനെ
കൂടുതൽ എക്സഗ്രേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിച്ച് വക്രീകരിക്കുകയും അതുപോലെ തന്നെ മോശമായ രീതിയിൽ ഇമേജ് രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഇമേജ് മേക്കിംഗ് പ്രക്രിയ എന്ന നിലയിൽ ഈ ഓറിയൻ്റലിസം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അറബ് ലോകത്തെ എക്സോട്ടിക്കായിട്ടും ബാക്ക്വേർഡായിട്ടും അതുപോലെ തന്നെ സിവിലൈസ്ഡ് അപരിഷ്കൃതരായിട്ടും ബാർബേറിയന്മാരായിട്ടും അതുപോലെ തന്നെ എക്സോട്ടിക്കായിട്ടും എല്ലാം ചിത്രീകരിക്കുന്ന ഓറിയൻസ് രചനകൾ നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായും ഈ രചനകളുടെ നല്ലൊരു സ്വാധീനം പോപ്പുലർ കൾച്ചർ വെസ്റ്റേൺ സെൻട്രിക് അമേരിക്കൻ പോപ്പുലർ കൾച്ചറിൽ പ്രകടമാണ് എന്നുള്ളതാണ്. അതായത് ഒരു ബെല്ലി ഡാൻസർ എന്ന് പറയുന്ന എക്സോട്ടിക് പ്രതീകം ഒരു വളരെ എക്സ്ട്രാവെജൻ്റായ അതുപോലെ തന്നെ ബില്യൺ എന്ന് പറയുന്ന യാതൊരു സാമൂഹ്യ ബോധവുമില്ലാത്ത ഒരു ബില്യണർ, എന്തിനും വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാവുന്ന ഒരു ബില്യണർ എന്ന് പറയുന്ന ഒരു കോടിപതി എന്നതിൻ്റെ ഒരു ഇമേജ്, അതുപോലെ തന്നെ തീവ്രവാദ ടെററിസം എന്ന് പറയുന്ന ഇമേജ്, ഈ 3 ഇമേജും പിന്നീട് ഈ ഓറിയൻസ് സ്റ്റഡീസ് കൂടി രൂപപ്പെടുത്തപ്പെടുകയും അത് ഈസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് അറബ് ഇസ്ലാമിക് മുസ്ലിം വേൾഡിനെ കുറിച്ചുമുള്ള ഒരു ചിത്രീകരണത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. സ്ത്രീ അവിടെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരുതരം ഈ ഒരു ആസക്തിയുടെ ഒരു വിക്ടിമായിട്ടോ ആസക്തിയുടെ രൂപമായിട്ടോ മാറുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പണം കൊണ്ട് മൂടുന്ന പണത്തിൻ്റെ ആസക്തി ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു ചിത്രീകരണം. മതം ഇസ്ലാം അവരുടെ ജീവിതത്തിൽ തീവ്രതയ്ക്കും ഫനാറ്റിസത്തിനും ടെററിസത്തിനും അതിനെല്ലാം ഒരു ചാലകമായി തീർന്ന ഒരവസ്ഥ. ഇങ്ങനെ ടെററിസം, ഈ 3 തരത്തിലുള്ള ഈ ചിത്രീകരണങ്ങൾ പോപ്പുലർ കൾച്ചറിൽ പോലും ശക്തമായ സ്വാധീനം നേടാൻ കഴിഞ്ഞത് ഓറിയൻസ് സ്റ്റഡികളുടെ ഒരു ഔട്ട്കം എന്ന നിലയിലായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് സ്കോളേഴ്സായ വില്യം ജോൺസ്, ഹെൻറി കോൾബ്രൂക്ക്, നതാലിൻ ഹാർഡ്ബാർഡ്, അതുപോലെ തന്നെ ചാൾസ് വിക്കിൻസ്, വില്യം ജോൺസ്, ഹൈമൺ വിൽസൺ അടക്കമുള്ള ഒരുപാട് ആൾക്കാരും ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡീസിൽ ശക്തമായ വളരെ നിർണായകമായ സ്വാധീനം നേടിയ ആൾക്കാരാണ്. ഈ എഡ്വേർഡ് സയ്യിദ് ഓറിയൻ്റലിസത്തെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് എന്ന് പറയുന്നത്, ഓറിയൻ്റലിസം എന്ന് പറയുന്നത് അത് വെസ്റ്റിൻ തന്നെ കേന്ദ്രീകരിക്കുന്ന, ഈസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, അവരുടെ ഈ പവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈസ്റ്റിൻ്റെ മേൽ മേധാവിത്വം ചെലുത്താൻ കഴിയുന്ന ഒരു രീതിയായിട്ട് എഡ്വേർഡ് സയ്യിദ് ഓറിയൻ്റലിസത്തെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ആർട്ടിലൂടെ, ലിറ്ററേച്ചറിലൂടെ, വിഷ്വലുകളിലൂടെ, അതുപോലെ തന്നെ ഇമേജുകളിലൂടെ, ഈ പലതരത്തിലുള്ള പ്രതീകങ്ങളിലൂടെ ഈ ഓറിയൻറ്റിനെ കുറിച്ച്, ഈസ്റ്റിനെ കുറിച്ച് വളരെ മോശമായ തരത്തിലുള്ള, വളരെ എന്നാൽ വ്യക്തമായ മോശമായ തരത്തിലുള്ള ചിത്രീകരണങ്ങൾ, ഇമേജുകൾ രൂപപ്പെടുത്തുന്നതിന് ഓറിയൻ്റലിസം സഹായമായി മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി പണ്ഡിതന്മാർ, സ്കോളേഴ്സുകൾ ഓറിയൻസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തുണ്ട്. ഉദാഹരണം ജോഫ്രി ഷോസറിനെ പോലുള്ള, ഓറിയൻ ബേവനെ പോലുള്ള ആൾക്കാർ ഈസ്റ്റിനെക്കുറിച്ച്, ഈസ്റ്റ് ഏഷ്യയെക്കുറിച്ചും വളരെ വ്യക്തമായ ചിത്രങ്ങൾ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു. പക്ഷേ ഈ വ്യക്തത എന്നത് യൂറോസെൻട്രിക് ഗേസിൻ്റെ നോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തതയും, എന്നാൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവ്യക്തമായ, ശരിയല്ലാത്തൊരു പിക്ചറുമാണ് ഇവർ മുന്നോട്ട് വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 18ാം സെഞ്ചുറിക്ക് ശേഷമാണ് യൂറോപ്യൻ ലോകത്ത് ഇത് സ്വാഭാവികമായും ഒരു ശക്തമായ ഒരു വൈജ്ഞാനിക ശാഖയായി മാറുന്നത് ആ കാലഘട്ടത്തിലാണ്. 18ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ഒരുപാട് ആൾക്കാർ സ്വാഭാവികമായും ഉസ്മാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കൊടുക്കൽ വാങ്ങലുകളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലവും 18ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പും അതിനുശേഷവും ഈസ്റ്റ് ആഫ്രിക്കൻ ഭാഗത്ത് കേന്ദ്രീകരിച്ച് ഈ വെസ്റ്റേൺ രാഷ്ട്രങ്ങൾ നടത്തിയ കോളനിവൽക്കരണവും ഈ പറയുന്ന പഠനങ്ങൾക്ക് ആക്കം കൂട്ടി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർതിരിവ് താത്വികമായില്ല. കാരണം സ്പാനിഷ് ഭരണകൂടങ്ങളും അതുപോലെ തന്നെ ഉസ്മാനിയ ഭരണകൂടങ്ങളും ഏകദേശം 8 നൂറ്റാണ്ട് മുതൽ 20ാം നൂറ്റാണ്ട് വരെ പല കാലഘട്ടങ്ങളിലായി യൂറോപ്പുമായി ബന്ധപ്പെട്ട, വെസ്റ്റുമായി ബന്ധപ്പെട്ട നല്ലൊരു നയതന്ത്ര, രാഷ്ട്രീയ, സാംസ്കാരിക
വൈജ്ഞാനിക കൊടുക്കൽ വാങ്ങലുകളുടെ ചരിത്രമുള്ളതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ബൈനറി യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡികളിൽ വി ആൻഡ് അതർ എന്ന് പറയുന്ന ഒരു അതറൈസ് എന്ന് ഒരു ജിയോഗ്രഫിക്കലായിട്ട് തന്നെ വേർതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു കൊളോണിയൽ ഹെജമണിയെ, അതുപോലെ തന്നെ നോളജിൻ്റെയും പവറിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ഹെജമണിയെയും ഉദ്ദേശിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഈ വിവിധ തരത്തിലുള്ള ആധിപത്യത്തെ, ഡൊമിനൻസിനെ കാണിക്കാനും എന്ന തരത്തിലാണ് ഈ അതറൈസ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഇസ്ലാം എന്നതിനെ ഒരു ഡിസ്റ്റോർട്ടഡായ ഇമേജ് രൂപപ്പെടുത്തിക്കൊണ്ട് ബാർബേറിയന്മാരായിട്ടും ബാക്ക്വേർഡായിട്ടും റിഗ്രസീവായിട്ടും അഗ്രസീവായും വയലൻ്റായും അതുപോലെ തന്നെ ആൻറ്റി വുമനായും ഈ പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധത ആരോപിക്കുന്ന തരത്തിലേക്ക് ഇസ്ലാമിൻ്റെ ഒരു ഇമേജ് സൃഷ്ടിക്കുകയും വെസ്റ്റ് എന്നത് പറയുന്നത് പ്രധാനം ക്രിസ്ത്യൻ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു ആധിപത്യ മേഖല എന്ന രീതിയിലേക്കും ചിത്രീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വി ആൻഡ് അതർ എന്ന് പറയുന്ന, വി ആൻഡ് ദേ എന്ന് പറയുന്ന ഒരു ബൈനറി ഈ പഠനത്തിൽ കൂടി രൂപപ്പെടുത്തപ്പെട്ടതായും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. പിന്നീട് 1900-ങ്ങൾക്ക് ശേഷം ഈ പറയുന്ന പഠനങ്ങൾ ധാരാളം ഉണ്ടായി. പ്രത്യേകിച്ച് ബെർണാഡ് ലൂയിസിൻ്റെ വാട്ട് വെന്റ് റോങ് പോലുള്ള രചനകളിലൂടെ ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ധാരാളം പ്രബന്ധങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും കളക്ഷനിലൂടെ മുസ്ലിം ലോകത്തെക്കുറിച്ചും വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ വെസ്റ്റിൻ്റെ കൺസെപ്റ്റിലുള്ള മിഡിൽ ഈസ്റ്റിനെ കുറിച്ചിട്ടുള്ള ധാരണകളെ ഒരുപാട് വക്രീകരിക്കുകയും ചരിത്രപരമായ സംഭവങ്ങളെ മുൻധാരണയോടുകൂടി കാണുന്ന രചനകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളിൽ ഒരാളാണ് ബെർണാഡ് ലൂയിസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷവും നിലവിൽ അമേരിക്കയിലെ വാർ ഓൺ ടെറർ ഫോറിൻ പോളിസി പദ്ധതിയായി പ്രോപ്പഗൻഡയായി എടുത്തതിന് ശേഷവും അതിനു മുമ്പ് യു എസ് എസ് ആറും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധക്കാലത്ത് പോലും ഈ പറയുന്ന രണ്ട് ഭാഗവും യു എസ് എസ് ആറിൻ്റെ കമ്മ്യൂണിസ്റ്റ് കീഴിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇസ്ലാമിക ലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങളെ ശക്തമായും ഓറിയൻ്റലിസ്റ്റ് വിഭാവന തന്നെ പുലർത്തുന്നതാണ് എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. കാരണം സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ യു എസ് എസ് ആർ ആധിപത്യം പുലർത്തിയപ്പോൾ അവിടുത്തെ സാമൂഹിക ജീവിതത്തെ റിഗ്രസീവായും പിന്നോട്ട് പിൻവലിക്കുന്നതായും പ്രധാന പ്രവണതയെ ഇസ്ലാമാണ് എന്ന് ചിത്രീകരിക്കുന്ന പഠനങ്ങൾ അവർ പറയുകയും ഇസ്ലാമിൻ്റെ മുഴുവൻ ചിഹ്നങ്ങളും തൂത്തെറിയാനുള്ള പ്രധാന പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തത് യു എസ് എസ് ആറിൻ്റെ കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലും ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം ഭരണകൂടങ്ങൾ തന്നെ ഇവർക്കുണ്ടായിരുന്ന ഭരണകാലത്ത് തന്നെയും പലയിടത്തും അവർ ചെയ്തത് ഈ ഓറിയൻസ് സ്റ്റഡികളുടെ ശക്തമായ സ്വാധീനം യു എസ് എസ് ആറിൻ്റെ ബുദ്ധിജീവികൾക്കിടയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ ചിന്തയുടെ ശക്തമായ സ്വാധീനം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും മുസ്ലിങ്ങളുടെ വിശ്വാസ ആചാര ആദർശങ്ങൾക്കെതിരെ ശക്തമായ കാഴ്ചപ്പാട് പുലർത്തുകയും ശത്രുത നിലനിർത്തുകയും ചെയ്ത ഒരുപാട് മുസ്ലിം ബുദ്ധിജീവികളുടെ ഉദയത്തിനും ഈ പറയുന്ന ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡി കാരണമായിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ശീതയുദ്ധത്തിന് ശേഷവും അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ ഇസ്ലാം ഒരു ഗ്രീൻ എന്നത് എനിമിയായി വരുന്ന, ശത്രുവായി വരുന്ന സാഹചര്യത്തിലാണ് സാമുവൽ പി ഹണ്ടിങ്ടനെ പോലുള്ള, ഫ്രാൻസിസ് ഫുക്കുയാമയെ പോലുള്ള ആൾക്കാർ ഇസ്ലാമിനെ പ്രധാന എതിരാളിയായി ചിത്രീകരിക്കുന്ന ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോപ്പഗണ്ടയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലവും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഓറിയൻ്റലിസം എത്രത്തോളം ഒരു പാശ്ചാത്യ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ ഈ മുസ്ലിം ദേശങ്ങളെക്കുറിച്ചുള്ള, ഈസ്റ്റിനെക്കുറിച്ചുള്ള ശക്തമായ തെറ്റിദ്ധാരണയും മുൻധാരണയും നിലനിർത്താൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് തുർക്കിയുടെ പ്രയത്നങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിന് യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും അതിനെ നയിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നും ഈ ഓറിയൻസ് സ്റ്റഡികളുടെ ശക്തമായ സ്വാധീനമാണ് എന്നത് പറയേണ്ടതുണ്ട്. കാരണം തുർക്കിയുടെ രംഗപ്രവേശം അത്
യൂറോപ്പിനെ യൂറോപ്യ ആക്കി മാറ്റുമെന്നതും തുർക്കി അതുപോലെ തന്നെ യൂറോപ്പിലെ മുസ്ലിം സാന്നിധ്യം യൂറോപ്പിനെ അറേബ്യയുടെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നതും ഇത് പിന്നീട് തീവ്രവാദത്തിലേക്കും അത് പിൻവാങ്ങലിലേക്കും സാമൂഹികമായ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള വിവിധ ചിന്തകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ഓറിയൻ്റലിസ്റ്റുകൾ യൂറോപ്യൻ അമേരിക്കൻ ഭാഗങ്ങളിലുണ്ട് എന്നുള്ളതും ഈ തുർക്കിയുടെ സാമൂഹികമായ യൂറോപ്യൻ മെമ്പർഷിപ്പിൻ്റെയും അവർ നേരിടുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഈ തരത്തിൽ ഓറിയൻ്റലിസം എന്നത് ചരിത്രപരമായി തന്നെ തുടങ്ങിയതാണെങ്കിലും നിയതമായ കാരണങ്ങൾ അതിനുണ്ടെങ്കിൽ പോലും പിന്നീട് പോപ്പുലർ കൾച്ചറിലേക്കും അന്താരാഷ്ട്ര നിയമങ്ങളിലേക്കും ഡിപ്ലോമസിയിലേക്കും ലിറ്ററേച്ചറിലേക്കും സാധാരണ ജനകീയ ജീവിതത്തിൽ ശക്തമായ മുസ്ലിങ്ങൾക്കെതിരെ ശത്രുത രൂപപ്പെടുത്തുന്നതിനും ഈ പറയുന്ന ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡീസ് പിന്നീട് ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും ഓറിയൻ്റലിസത്തെക്കുറിച്ചുള്ള നല്ല പഠനങ്ങൾ ഒരേ സമയം ഉണ്ടാവുകയും ആ പഠനങ്ങൾ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്സൈഡർ എന്ന നിലയിൽ ഒരു വിമർശനാത്മകമായ വായന നടത്തുന്ന പഠനങ്ങളും ഇന്ന് നമുക്ക് ഇത്രയും വിമർശനങ്ങൾക്കിടയിലും കാണാൻ കഴിയും എന്നുള്ളത് വസ്തുതയാണ്. താങ്ക് യു.